ലോകത്തിലുള്ള സർവചരാചരങ്ങളും വായുവും ഭക്ഷണവും വെള്ളവും ഭൂമിയും ആകാശവും പ്രപഞ്ചവും പ്രകൃതിയും സർവവും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ. അമ്മേ മഹാദേവി, വായുവിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും മനുഷ്യർക്കും സർവ്വജീവജാലങ്ങൾക്കും പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ദോഷകരമായി ഭവിക്കുന്ന സർവ്വവിഷാംശങ്ങളെയും സർവ്വമാലിന്യങ്ങളെയും അകറ്റണം ജഗദീശ്വരി, അകറ്റണം ജഗദീശ്വരി. അമ്മേ മഹാദേവി, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വജീവജാലങ്ങളും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും അമ്മേ മഹാദേവി, ഏവരുടെയും ശരീരത്തിനാവശ്യമായിട്ടുള്ള, ഏവരുടെയും ദേഹത്തിനാവശ്യമായിട്ടുള്ള, മനസ്സിനാവശ്യമായിട്ടുള്ള, ബുദ്ധിക്കാവശ്യമായിട്ടുള്ള സർവ ഔഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും അടങ്ങിയിരിക്കട്ടെ ജഗദീശ്വരി, അടങ്ങിയിരിക്കട്ടെ ജഗദീശ്വരി. അജ്ഞാനമായിട്ടുള്ള ചിന്തകളിൽ നിന്നും അമ്മേ മഹാദേവി, ഏവരെയും അജ്ഞാനമായിട്ടുള്ള ചിന്തകളിൽ നിന്നും അകറ്റി വിജ്ഞാനത്തെ നൽകി അനുഗ്രഹിക്കണം, രക്ഷിക്കണം ജഗദീശ്വരി. കർമ്മശുദ്ധിയും ധർമ്മശുദ്ധിയും പ്രവൃത്തിശുദ്ധിയും പ്രാർത്ഥനാശുദ്ധിയും കൈവരുത്തി ശ്രദ്ധയും ശുദ്ധിയും ബുദ്ധിയും നൽകി വിവേകബോധം നൽകി അറിവും ബോധവും നൽകി അറിവിൻ്റെ മഹാസത്യബോധം നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി, രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, എല്ലാവരും അവരവർ ചെയ്യുന്ന നിത്യവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളും പണികളും ജോലികളുമെല്ലാം ആത്മാർത്ഥതയോടുകൂടിയും സത്യധർമ്മനിഷ്ഠയോടുകൂടിയും എല്ലാവരും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ചെയ്തു ശീലിക്കണം, ചെയ്യണം. സ്നേഹവും ശാന്തിയും സമാധാനവും ലോകത്തിൽ എല്ലായിടത്തും നമുക്ക് നിലനിർത്തേണ്ടതായിട്ടുണ്ട്. വന്നെങ്കിൽ നമുക്ക് പോകുകയും ചെയ്യേണ്ടതാണെന്നറിയണം. വന്നിട്ടുണ്ടെങ്കിൽ പോകാതിരിക്കുക വയ്യ. വന്നത് കടന്നിട്ടാണെങ്കിൽ നമ്മൾ നടന്ന് പോകുന്ന സമയം നമ്മൾ പറന്ന് പോകണം. അതാണ് മാതൃകാപരമായിട്ടുള്ള ഈശ്വരനിലേക്കുള്ള പാത. അല്ലാതെ നമ്മൾ വന്ന വഴി അറിയാതെ കണ്ട് ജീവിച്ചു പോയാൽ വന്നത് സന്തോഷത്തോടു കൂടിയാണ് നിലകൊണ്ടതെങ്കിൽ പോകുന്ന സമയം ഒരുപാട് ദുഃഖത്തോടും ദുരിതങ്ങളോടും ദോഷങ്ങളോട് കൂടിയിട്ടും ആയിരിക്കും നമ്മുടെ യാത്ര എന്നും, കിടന്നുകൊണ്ടാണ് ആ പോക്കെന്നും ദുരിതങ്ങളോട് കൂടിയിട്ടുള്ളതാണെന്നും അറിയണം. ഭയാനകപരമായിട്ടുള്ളൊരവസ്ഥ.